ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർണാടകയിലെ ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് ഫോറം ഫോർ ജസ്റ്റിസ് ടു വുമൺ. ഇലക്ഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ പുറത്തിറക്കിയ വോട്ടർ പട്ടിക അബദ്ധ പഞ്ചാംഗമായി മാറിയെന്ന് DCC ജനറൽ സെക്രട്ടറി N. ഷെറിൻ ബാബു. CP ജോൺ നിയമസഭാംഗമാകാൻ ലീഗ് സഹായം ചെയ്യുമെന്ന് സാദിഖ് അലി തങ്ങൾ. അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ ഓർമ്മ ദിനത്തിൽ കോഴിക്കോട് നടത്തിയ റഫി നൈറ്റ് സംഗീത ആസ്വാദക മനസ്സിൽ പുതുമഴയായി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. കർണാടകയിലെ ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് ഫോറം ഫോർ ജസ്റ്റിസ് ടു വുമൺ. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചിലതെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നത്. ഒരു സ്വതന്ത്ര രാഷ്ട്രമായ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു ഭയാനകമായ ഒരു സംഭവമായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ധർമ്മസ്ഥലയിൽ 1976 മുതൽ മലയാളി സ്ത്രീകളടക്കം 400-ലേറെ പേർ കൊല്ലപ്പെട്ടതായ വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പുറത്തുവന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയുകയെന്ന ഭരണഘടനാപരമായ അവകാശത്തിന്റെ ലംഘനമാണെന്ന് ഫോറം ചെയർപേഴ്സൺ VP സുഹറയും രക്ഷാധികാരി റിട്ടയർഡ് ലോ കോളേജ് പ്രിൻസിപ്പൽ CV കുമാരനും പറഞ്ഞു. പരാതിക്കാരുടെയും സാക്ഷികളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുക, കേരളത്തിൽ നിന്ന് കാണാതായ ആളുകളെ കണ്ടെത്താൻ കേരള പോലീസുമായി ചേർന്ന് അന്വേഷിക്കുക, ഇരകളുടെ ബന്ധുക്കൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങളും ഫോറം ഭാരവാഹികൾ മുന്നോട്ട് വെച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 15 കൈരളിയിലെ വേദി ഓഡിറ്റോറിയത്തിൽ കേസിൽ ഇടപെട്ട സ്ത്രീ സംഘടനകളെ ഉൾപ്പെടുത്തി കൺവെൻഷൻ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇലക്ഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ പുറത്തിറക്കിയ വോട്ടർ പട്ടിക അബദ്ധ പഞ്ചാംഗമായി മാറിയെന്ന് DCC ജനറൽ സെക്രട്ടറി N. ഷെറിൻ ബാബു. വോട്ടർ പട്ടിക ക്രമക്കേടിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് UDF നടത്തിയ ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ മേഖല ഓഫീസ് പരിധിയിൽ വരുന്ന 7 ഡിവിഷനുകളിലും വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നത് അന്വേഷണ വിധേയമാക്കി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾക്ക് കൂട്ടുനിന്ന ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് UDF ബേപ്പൂർ മേഖലാ കമ്മിറ്റി കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ മേഖല ഓഫീസിന് മുന്നിൽ നടത്തിയ ജനകീയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത DCC ജനറൽ സെക്രട്ടറി N. ഷെറിൻ ബാബു പറഞ്ഞു. വോട്ടേഴ്സ് ലിസ്റ്റിൽ 1.5 ലക്ഷത്തോളം വോട്ടുകളില്ല. എന്റെയും അറിയപ്പെടുന്ന കൗൺസിലർമാരുടെയും വോട്ട്, ചുടാമണി കൗൺസിലറുടെ വോട്ട്, മാനാരിയുള്ള കൗൺസിലറുടെ വോട്ട്, കഴിഞ്ഞ 3 പ്രാവശ്യം കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് ജയിച്ച ചുടാമണിയുടെ കൗൺസിലറുടെ വോട്ട് കാണാനില്ല. അങ്ങനെ ഒരുപാട് കോൺഗ്രസുകാരുടെയും UDFുകാരുടെയും അറിയപ്പെടുന്ന നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരുടെയും വോട്ടുകൾ നിങ്ങൾ വെട്ടിമാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമോ? ബേപ്പൂർ മേഖല UDF ചെയർമാനായ MI മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ച ധർണയിൽ UDF ബേപ്പൂർ മേഖല കൺവീനർ TK അബ്ദുൽ ഗഫൂർ സ്വാഗതം പറഞ്ഞു. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് തിരുവച്ചിറ, M. മുഹമ്മദ് കോയ, മൊയ്തീൻ കോയ മാറാട്, N. നൌഫൽ, AM അനിൽകുമാർ, രാജേഷ് അച്ചാറമ്പത്ത്, KK സുരേഷ്, മുരളി ബേപ്പൂർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മലയിൽ ഗീത എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് CT ഹാരിസ്, M. നൂർ, നൌഷാദ് കല്ലിങ്ങൽ, M. ഷെറീം, സുരേഷ് അരിക്കനാട്ട്, രജനി P, കനകരാജ് B, ഫൈസൽ മുണ്ടക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. CP ജോൺ നിയമസഭാംഗമാകാൻ ലീഗ് സഹായം ചെയ്യുമെന്ന് സാദിഖ് അലി തങ്ങൾ. BV അബ്ദുള്ളക്കോയ പുരസ്കാരം CP ജോണിന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത നിയമസഭയിൽ CMP നേതാവ് CP ജോൺ അംഗമായിരിക്കാൻ ആവശ്യമായ സഹായങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. 3 പതിറ്റാണ്ടിലേറെ കാലം രാജ്യസഭാംഗമായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് BV അബ്ദുള്ളക്കോയുടെ പേരിലുള്ള അവാർഡ് CMP ജനറൽ സെക്രട്ടറി CP ജോണിന് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. പിതാവ് സിദ്ദീഖിലുണ്ടായ രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യേക ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്ന ഒരു സന്ദർഭത്തിൽ. അത് ബിലി അബ്ബാസായി സ്റ്റേറ്റ് വയസ്സായിരുന്നില്ല. പാലക്കാട്ട് നിത്യ സന്ദർശകർ പിതാവിനെ കാണുന്നതിന് വേണ്ടി നിത്യേന എന്നോണം അവിടെ വരാറ്. അപ്പൊ ചെറുപ്പം തൊട്ട് തന്നെ അദ്ദേഹത്തെ ഇങ്ങനെ ദൂരെ നിന്ന്, കാരണം അദ്ദേഹത്തോട് അടുക്കാൻ നമുക്ക് പേടിയായിരുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു ബഹുമാനം നിറഞ്ഞ ഒരു രീതിയിലാണ് അദ്ദേഹത്തെ നമ്മളൊക്കെ കണ്ടിരിക്കുന്നത്. ഒന്നാമത് അദ്ദേഹം ഉച്ചത്തിലെ സംസാരിക്കാറുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയായിരുന്നു. അർഹിക്കുന്ന സ്ഥാനം CP ജോണിന് നൽകിയിട്ടില്ലെന്നും ഇത്തവണ അത് പരിഹരിക്കുമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MLA പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC മായിൻ ഹാജി CP ജോണിനെ പൊന്നാട അണിയിച്ചു. T സിദ്ദീഖ് MLA മംഗളപത്രം സമർപ്പിച്ചു. ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണിതെന്നും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരൊക്കെയോ കാണുന്നുവെന്നതിന്റെ തെളിവാണ് ഈ അവാർഡെന്നും CP ജോൺ പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമർ പാണ്ടികശാല, CMP അസിസ്റ്റന്റ് സെക്രട്ടറി CN വിജയകൃഷ്ണൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ്, ജില്ലാ സെക്രട്ടറി TT ഇസ്മായിൽ, TP ചെറൂപ്പ, BV അബ്ദുള്ളക്കോയ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി K മൊയ്തീൻ കോയ, CT സക്കീർ ഹുസൈൻ, ഫൈസൽ പള്ളിക്കണ്ടി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ ഓർമ്മ ദിനത്തിൽ കോഴിക്കോട് നടത്തിയ റഫി നൈറ്റ് സംഗീത ആസ്വാദക മനസ്സിൽ പുതുമഴയായി. കോഴിക്കോട് മുഹമ്മദ് റഫി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പാട്ടുകൾ കൊണ്ട് റഫി സംഗീത വിരുന്ന് ഒരുക്കിയത്. 4 പതിറ്റാണ്ട് കടക്കുന്നു ആ ശബ്ദമാധുര്യം ഓർമ്മയായിട്ട്. ഗാനങ്ങൾക്ക് മരണമില്ല. റഫി ഫെയിം ഗായകൻ സന്ദീപ് ഉംപാലയിലൂടെ നഗരം ഒരിക്കൽ കൂടി ആ ശബ്ദം കാതോർത്തു. രണ്ട് പാട്ടുകൾ ശേഷം സന്ദീപും കീർത്തനയും ചേർന്ന് പാടിയ ഗാനത്തിന് നിറഞ്ഞ കയ്യടി. കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA റഫി നൈറ്റ് ഉദ്ഘാടനം ചെയ്തു. നല്ല ഗാനങ്ങൾ പാടിയിട്ടില്ല യേശുദാസ് ഉണ്ട്, നമുക്കറിയാം. പക്ഷെ അതിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തോ ഒരു അറ്റാച്ച്മെന്റ് വല്ല, അതാണ് നമുക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി കഴിയുന്നില്ല. സത്യത്തിൽ പറഞ്ഞാൽ ഒരു 4 പതിറ്റാണ്ടൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളോട് മറന്നു പോകുന്നതാണ്. പക്ഷെ ഒരിക്കലും മറക്കാത്ത, അതാണ് അനശ്വരനായിട്ടുള്ള ഗായകനെന്ന് നമ്മൾ പറയുന്നത്. കാരണം ഒരിക്കലും അവർക്കൊന്നും മരണമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊന്നും ജീവിക്കുന്നു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് മെഹറൂഫ് മണലോടി അധ്യക്ഷനായി. സെക്രട്ടറി നയൻ ജയ്ഷ, K സുബൈർ, മുർഷിദ് അഹമ്മദ്, സന്നാഫ് പാലക്കണ്ടി,
മുരളീധരൻ ലൂമിനസ്, യു അഷ്റഫ്, എ പി മുഹമ്മദ് റഫി തുടങ്ങിയവർ സംബന്ധിച്ചു. കെ സലാം, ആസിഫ് കാലിക്കറ്റ്, അഷ്റഫ് കാലിക്കറ്റ് എന്നിവരും ഗാനങ്ങൾ ആലപിച്ചു. മുഹമ്മദ് റഫിയുടെ 45ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചായിരുന്നു റഫി നൈറ്റ് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാടിന്റെയും വീടിന്റെയും ഐശ്വര്യത്തിനായി ഇല്ലം നിറ ആചരിച്ചു. വളയനാട് ദേവീക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഭക്തരും ക്ഷേത്രം കാർമ്മികരും സാക്ഷ്യം വഹിച്ചു. വളയനാട് ദേവീക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി. വട്ടോളി കൃഷ്ണൻ മൂസത്തിന്റെയും കുഞ്ഞിശങ്കരൻ മൂസത്തിന്റെയും നേതൃത്വത്തിലാണ് ഇല്ലം നിറ ചടങ്ങുകൾ നടന്നത്. കേശവൻ മൂസതും കുഞ്ഞിനാരായണൻ മൂസതും ചടങ്ങുകളിൽ സന്നിഹിതരായി. സമൃദ്ധമായ വിളവും ഐശ്വര്യവും വീടിനും നാടിനും ലഭിക്കുന്നതിനാണ് കർക്കിടക മാസത്തിൽ ഇല്ലം നിറ ആചരിക്കുന്നത്. ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്ക് ശേഷം ലഭിക്കുന്ന നെൽക്കതിരുകൾ വീടുകളിൽ സൂക്ഷിക്കുന്നതാണ് ആചാരം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഒ ബാബുവിന് ജീവനക്കാർ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് OT നഫീസ ഉദ്ഘാടനം ചെയ്തു. കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഒ ബാബു സർവീസിൽ നിന്ന് വിരമിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് 25 വർഷത്തെ സേവനം പൂർത്തിയാക്കിയാണ് അദ്ദേഹം വിരമിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് ഒ ബാബുവിന് യാത്രയയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT നഫീസ ഉദ്ഘാടനം ചെയ്തു. ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ബാബുവെന്ന് വൈസ് പ്രസിഡന്റ് TK മോഹൻദാസ് ഓർമ്മിച്ചു. എല്ലാ ബാധ്യത ചുമതലയും ഞങ്ങളുടെ മേൽനോട്ടത്തിൽ ഞങ്ങൾ തന്നെ തലമുറയിൽ ഞങ്ങൾ തന്നെ ടെൻഷൻ അനുഭവിക്കുന്നതിന് പകരം കുറേയേറെ കാര്യങ്ങൾ സെക്രട്ടറി തന്നെ മുൻകൈയെടുത്ത് കാര്യങ്ങളെല്ലാം നടത്തി. അദ്ദേഹം വന്ന് ഞങ്ങളോട് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ, അല്ലെങ്കിൽ ഇന്ന വിഷയമല്ലേ, ഇന്ന രൂപത്തിൽ ഇടപെടേണ്ടതല്ലേ എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഞങ്ങളെ കൂടി ജനപ്രതിനിധികളായ PP ചന്ദ്രൻ, സബിന മോഹൻ, CK സുമിത്ര, ഹാഷിം നമ്പാട്ടിൽ, ACA അബ്ദുൽ മജീദ്, ജുഗുനു തെക്കയിൽ, TK കുട്യാലി, കരീം, ശോഭ, K നിഷ, ജീവനക്കാരായ സലാം, AK സുജിത്ത്, ബിജു വളയന്നൂർ, കാർത്തിക, ഷീജകുമാരി, ശശിധരൻ നെല്ലോളി, ഷീന, മുൻ പ്രസിഡന്റ് CN ബാലകൃഷ്ണൻ, PC രവീന്ദ്രൻ, CV മൊയ്തു മാസ്റ്റർ, PK ബാബു, TK ബിജു, OV ലത്തീഫ്, CH ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറിയുടെ വീട്ടിലൊരുക്കിയ സ്നേഹവിരുന്നിന്റെ ഭാഗമായി മജീഷ്യൻ നാണു കായക്കൊടിയുടെ മാജിക്കും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ധ്വനി സംഗീതവേദിയുടെ ആഭിമുഖ്യത്തിൽ പഴയകാല ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഗാനസന്ധ്യ ഒരുക്കുന്നു. ഓഗസ്റ്റ് 5-ന് കോഴിക്കോട് ടൗൺ ഹാളിലാണ് പരിപാടി നടക്കുക. ഓഡിയൻസിന് സമ്മാനം കൊടുത്തുകൊണ്ടുള്ള പരിപാടിയാണ്. അധികം കേൾക്കാത്ത പാട്ടുകളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ ഇതിൽ അവതരിപ്പിക്കുന്നത്. ചന്ദ്രിക, നവലോകം, ജീനോകം അങ്ങനെയുള്ള 50കളിലെയും 60കളിലെയും 65ലെയും അത്ര പ്രചാരമില്ലാത്ത പാട്ടുകളും പോപ്പുലർ ആയ പാട്ടുകളുമാണ് ഇത് ഞങ്ങൾ പാടുന്നത്. അനേകം ഗാനമേളകൾക്ക് സാക്ഷ്യം വഹിച്ച കോഴിക്കോട് ഒരു ഗാനമേളയുടെ 2ാം ഭാഗത്തിന് വേദിയാകുന്നു. ധ്വനി സംഗീതവേദി 2024 ഡിസംബർ 22-ന് ട്രെയിനിങ് കോളേജിൽ നടത്തിയ കാലം മറക്കാത്ത പാട്ടുകൾക്കാണ് 2ാം ഭാഗം ഒരുങ്ങുന്നത്. 5-ാം തീയതി ടൗൺ ഹാളിൽ വൈകിട്ട് നടക്കുന്ന പരിപാടിയിൽ പുതുമകൾ ഒട്ടേറെയുണ്ട്. ഗാനങ്ങൾക്കിടയിൽ ശ്രോതാക്കൾക്ക് സമ്മാനമുണ്ട്.
അടുത്തു മൺമറഞ്ഞ പഴയകാല ഗായകരുടേതുൾപ്പെടെ ഗാനങ്ങളിലധികവും പരേതരായ ഗായകരുടേതാണ്. റേഡിയോയിലോ പൊതുവേദിയിലോ അധികം കേട്ടിട്ടില്ലാത്ത ഗാനങ്ങളാണ് ലൈവ് ഓർക്കസ്ട്രയിൽ. പഴയ ഗാനങ്ങളിലേറെ അവഗാഹമുള്ള റഷീദ് PC പാലം അവതാരകനാണ്. പ്രസിദ്ധ സാഹിത്യകാരൻ PR നാഥൻ ഉദ്ഘാടനം ചെയ്യും. 1950 മുതൽ 1970 വരെയുള്ള സിനിമാ ഗാനങ്ങൾ പുനരാവിഷ്കരിക്കും. വാർത്താസമ്മേളനത്തിൽ റഷീദ് PC പാലം, KP പ്രഭാകരൻ, KV സുബൈർ, ഗ്രേസി മോഹൻദാസ്, കാളൂർ രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സങ്കീർത്തന കോഴിക്കോടിന്റെ കാലം പറക്കണ് നാടകം ഓഗസ്റ്റ് 2 രാത്രി 7 മണിക്ക് ടൗൺ ഹാളിൽ അരങ്ങേറും. യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് നാടകാവതരണം. കാലികമായ ഏറ്റവും പുതിയ ഒരു നാടകമാണ് കേരളക്കാരെ അറിയിക്കുന്നത്. അത് ഈ വർത്തമാന കാലത്ത് ഏറ്റവും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എങ്ങനെയാണ് കുടുംബങ്ങൾക്കകത്ത് അന്തഃഛിദ്രങ്ങൾ ഉണ്ടാകുന്നതെന്നും അത് നാടിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നും ഉള്ള രീതിയിലേക്കുള്ള ഒരു നാടകമാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഇറക്കാൻ പോകുന്നത്. നാടകത്തിന്റെ പേര് കാലം പറക്കുന്നത് എന്നാണ് നാടകത്തിന്റെ പേര്. ഈ പുതിയ കാലം, വർത്തമാനകാലത്ത് കാലം പറക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങളാണ്, പുതിയ കാലത്തിന്റെ ജീവിത രീതിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഞങ്ങളുടെ അടിസ്ഥാന പ്രമേയം എന്ന് പറയുന്നത്. സങ്കീർത്തന കോഴിക്കോടിന്റെ കാലം പറക്കണ് നാടകം ഓഗസ്റ്റ് 2 രാത്രി 7 ടൗൺ ഹാളിൽ അരങ്ങേറും. കോഴിക്കോട്ടെ യുണൈറ്റഡ് ഡ്രാമാറ്റിക് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട്ടെ നാടകാവതരണം. PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് അവരെ മാത്രം കുറ്റപ്പെടുത്താതെ മുതിർന്നവരും ആത്മപരിശോധന നടത്തണമെന്ന വിഷയമാണ് നാടകം ചർച്ച ചെയ്യുന്നതെന്ന് സങ്കീർത്തനയുടെ സംഘാടകരായ സജി മൂരാട്, പ്രകാശ് നന്ദി എന്നിവർ പറഞ്ഞു. പ്രദീപ് കുമാർ കാവുന്തറയാണ് രചന. രാജീവ് മമ്മിളിയാണ് സംവിധാനം. രമേശ് കാവിലിന്റെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് ഉദയകുമാർ അഞ്ചലാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. സാമൂഹിക സേവന സംഘടനയായ തണൽ അന്താരാഷ്ട്ര സൗഹൃദ ദിനത്തിന്റെ ഭാഗമായി ബഡ്ഡീസ് മീറ്റ് എന്ന ഭിന്നശേഷി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുകയാണ്. മലാപ്പറമ്പ് തണൽ സ്കൂൾ ഫോർ ഡിഫറന്റ്ലി ഏബിൾഡിലെ കുട്ടികളും പന്തീരങ്കാവ് ഓക്സ്ഫോർഡ് സ്കൂളിലെ കുട്ടികളും തമ്മിൽ സൗഹൃദവും ഉൾച്ചേരലും വികസിപ്പിക്കുക എന്നതാണ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഓഗസ്റ്റ് 2 ശനിയാഴ്ച രാവിലെ 10:30 പന്തീരങ്കാവ് ഓക്സ്ഫോർഡ് സ്കൂളിൽ നടക്കുന്ന പരിപാടി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലാ കളക്ടർ ശ്രീ സ്നേഹിൽ കുമാർ സിംഗ് IAS മുഖ്യാതിഥിയാകും. തണലിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ചാമ്പക്ക എന്ന നാടകവും അരങ്ങേറുമെന്ന് സംഘാടകർ പറഞ്ഞു. കേരള സ്റ്റേറ്റ് സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മാസ്റ്റേഴ്സ് മെൻ ആൻഡ് വുമൺ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട് നടന്നു. മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ അനിൽകുമാർ MP ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. സബ് ജൂനിയർ വിഭാഗത്തിൽ സച്ചിത പ്രശാന്ത് സിൽവർ മെഡൽ കരസ്ഥമാക്കി. സ്പെഷ്യൽ കാറ്റഗറി വിഭാഗത്തിൽ KK അനുഷ് ഗോൾഡ് മെഡൽ നേടി. കോഴിക്കോട് ഓവറോൾ കിരീടം സ്വന്തമാക്കി. മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ റിമാൻഡിലായ കന്യാസ്ത്രീകൾക്ക് നിയമവിധേയമായി ജാമ്യത്തിലിറങ്ങാൻ വേണ്ട മാനുഷിക പരിഗണന നൽകി കേന്ദ്ര സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഹോളിലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയുടെയും പ്രത്യേക ക്ഷണിതാക്കളുടെയും അടിയന്തര യോഗം ആവശ്യപ്പെട്ടു. ചെയർമാൻ C ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. നിയുക്ത ചെയർമാൻ വിക്ടർ ആന്റണി നൂൺ, ഭാരവാഹികളായ പ്രൊഫസർ ഫിലിപ്പ് K ആന്റണി, MK അയ്യപ്പൻ, CG റൊണാൾഡ്, PI അജയൻ, KP ബേബി, കൺവീനർ AC ഗീവർ, ട്രഷറർ CC മനോജ് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടകയിലെ ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് ഫോറം ഫോർ ജസ്റ്റിസ് ടു വുമൺ. ഇലക്ഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ പുറത്തിറക്കിയ വോട്ടർ പട്ടിക അബദ്ധ പഞ്ചാംഗമായി മാറിയെന്ന് DCC ജനറൽ സെക്രട്ടറി N ഷെറിൻ ബാബു. CP ജോൺ നിയമസഭാംഗമാകാൻ ലീഗ് സഹായം ചെയ്യുമെന്ന് സാദിഖ് അലി തങ്ങൾ.
അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ ഓർമ്മ ദിനത്തിൽ കോഴിക്കോട് നടത്തിയ റഫി നൈറ്റ് സംഗീത ആസ്വാദക മനസ്സിൽ പുതുമഴയായി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.